ഫ്രണ്ട്സ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് കുസാറ്റിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു ഏഴ് നോട്ടിഫിക്കേഷനോളം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. കാരണം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓരോരോ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇങ്ങോട്ട് കാണിക്കാം. നമ്പർ 1 ഇടാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ദെൻ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ദെൻ നാലാമത്തെ നോട്ടിഫിക്കേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട് മാറി പോകാതിരിക്കാനാണ്. അഞ്ചാമത്തെ നോട്ടിഫിക്കേഷൻ, ദെൻ ആറാമത്തെ നോട്ടിഫിക്കേഷൻ, ദെൻ ഏഴാമത്തെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ 7 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തത്, അങ്ങനെ മൂന്നാമത്തത് അതിൻ്റെ ഓർഡറിൽ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കാണാം. സീക്ക് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നിനും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത്. ആ മൂന്നാമത്തെ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. CSLൻ്റെ ചെയ്തിട്ടുണ്ട്, ക്ലീൻ കേരള. അതിലും ഈ പറയുന്ന രീതിയിൽ ഒന്നിലധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ നമുക്ക് അങ്ങനെ തന്നെയാണ് വന്നത്. ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, നമ്മുടെ ചാനലിലെ ഒരു ഉദ്യോഗാർത്ഥി നമ്മളോട് ചോദിച്ചാണ് കുസാറ്റിൻ്റെ ചെയ്യുമെന്ന്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇനി ഡേറ്റ് വൈകേണ്ട വെച്ചിട്ട് തന്നെയാണ് ഉടനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഒന്നാമത്തത്. ഇതിൽ വിളിച്ചിരിക്കുന്നത് കരാറടിസ്ഥാനത്തുള്ള വേക്കൻസിയാണ്. സ്റ്റുഡൻറ്റ് കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയാണ് കേട്ടോ. വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് നിങ്ങൾക്ക് SSLC മുതൽ ITI മുതൽ +2 ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഉള്ള വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഇത് കണ്ട് നിങ്ങൾ ഇതാക്കേണ്ട, ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള MA അല്ലെങ്കിൽ MSc, നിങ്ങൾ അത് ഈ പറയുന്ന മാസ്റ്റർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോളജിയിലോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലോ അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ MA അല്ലെങ്കിൽ MSc കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. കൗൺസിലർക്കായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റായിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി PhD ഉള്ളവർക്ക് കുറച്ച് മട മുൻഗണന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. PhD നിർബന്ധമല്ല. 65,000 രൂപയാണ് നിങ്ങൾ മന്ത്ലി ആ ഒരു റെമ്യൂണറേഷനായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് മിനിമം 23 പൂർത്തിയാക്കിയിരിക്കണം. അതായത് 1/1/2025 കണക്കാക്കി നിങ്ങൾക്ക് 23 പൂർത്തിയാവുകയും 36 കഴിയാനും പാടില്ല. മാക്സിമം ഏജ് ലിമിറ്റ് 36 ആണ്. SC ST ആണെങ്കിൽ നിങ്ങൾക്കൊരു 41 ഏജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ മറ്റു കണ്ടീഷൻസ് പറഞ്ഞാൽ ഇനീഷ്യലി 1 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. വീണ്ടും അത് 2 വർഷം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ പെർഫോമൻസിന് ഇതിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 2 രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. കുസാറ്റിൻ്റെ വെബ്സൈറ്റ് വഴി. അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. അത് ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അതുപോലെ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അത് വീഡിയോയുടെ അവസാന ഭാഗത്തൊന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേറ്റൊക്കെ ഞാനിപ്പോൾ തന്നെ പറയാം. ഇത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 5/4 ഏപ്രിൽ 5 വരെയും ഓഫ്ലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏപ്രിൽ 16 വരെയാണ്. 2 രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓൺലൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം കൺക്ലൂഡ് ചെയ്ത് എല്ലാത്തിനെയും കോമൺ ആയിട്ടാണ്. അതുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്ത് അവസാനം പറയുന്നുണ്ട്. കാരണം മറ്റേ റിപ്പീറ്റേഷൻ വരും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസ് 850 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ ഈ പറയുന്ന SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 175 രൂപ അപേക്ഷാ ഫീസ് മതി കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫീ അടയ്ക്കേണ്ടതും. ഇനി ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഈ കാര്യം പാടൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഓഫ്ലൈനായിട്ട് അയക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എൻവലപ്പില്ലേ, പോസ്റ്റൽ കവറില്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ട വാചകമാണ് കേട്ടോ. ഓക്കെ. ഇത് ഓരോ പോസ്റ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റ് കൗൺസിലർ ഓൺ കോൺട്രാക്ട് ബേസിസ്. ഇത് ഞാൻ ലാസ്റ്റ് കോമൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോന്നിനും ഓരോ പോസ്റ്റ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതണം. അവർ തന്നിട്ടുണ്ട് എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമല്ലോ, അതിൻ്റെ ആ ഒരു എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ടതാണ്. നമ്മുടെ ഫ്രം ടു അഡ്രസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പോസ്റ്റ് നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒരു വേക്കൻസി. ഇതിലേക്ക് യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI സർവേ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. 21,175 ഇതിൻ്റെ സാലറി പറയുന്നത്. റെമ്യൂണറേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഒരു വേക്കൻസി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ITI ഡ്രാഫ്റ്റ്മാൻ സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും ഉണ്ട്. അതൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. 21,175 റെമ്യൂണറേഷൻ. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ITIയും പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഒരു വേക്കൻസിയാണ്.
24,740 ഇതിൽ റെമ്യൂണറേഷൻ വരുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ആണ് അടുത്ത ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 29,535 കേട്ടോ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 36 1/1/2025 കണക്കാക്കിയിട്ട്. പിന്നെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള. ഇനീഷ്യലി ഒരു വർഷത്തേക്കാണെങ്കിലും വീണ്ടും 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 25/3/2025 മാർച്ച് 25 വരെ അപ്ലൈ ചെയ്യാം. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം ഈ അഡ്രസ്സിലേക്ക്. അത് ഞാൻ കോമൺ ആയിട്ട് പറയാം. അതിൻ്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് 3/4 നിങ്ങൾക്ക് ഏപ്രിൽ 3 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന എൻവലപ്പിൻ്റെ മുകളിൽ എഴുതേണ്ട വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ദ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ്. ഈ കംപ്ലീറ്റ് വാചകം നിങ്ങൾ എഴുതി വെക്കണം, അത് മറന്നു പോകരുത്. 850 രൂപയാണ് അപേക്ഷ ഫീസ്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന്, SC/ST ആണെങ്കിൽ 175 രൂപ ഫീ അടച്ചാൽ മതി. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇതിന് അടുത്ത മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇതിലും ടെക്നിക്കൽ സ്റ്റാഫ് തന്നെയാണ്. കോൺട്രാക്ട് ബേസിൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒരു വേക്കൻസിയാണ്. ഫസ്റ്റ് ക്ലാസ് ITI ഇൻ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 21,125 സാലറി വരുന്നത്. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അടുത്തൊരു വേക്കൻസിയാണ്. ഇതിലേക്ക് ഒന്നെങ്കിൽ 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ +2 ആണ് പറയുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫയർ ഫൈറ്റിങ്ങിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷനും ഫയർ ഫൈറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 21,175 രൂപയാണ് സാലറി കണക്കാക്കുന്നത്. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ആണ്. ഇതിൽ 2 വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ല, അതായത് MS ഓഫീസൊക്കെ കുറച്ചൊന്ന് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് 29,535 ഇതിൻ്റെ ആ ഒരു റെമ്യൂണറേഷൻ വരുന്നത്. 1/1/2025 കണക്കാക്കി മിനിമം ഏജ് 18 മാക്സിമം 36 നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനീഷ്യലി ഒരു വർഷത്തേക്കാണെങ്കിലും പിന്നീട് 2 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് മെയ് ജൂൺ വെക്കേഷനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് അത് ബ്രേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സാലറി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 25 നമ്മൾ അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ പോസ്റ്റലായിട്ട് അപ്ലൈ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 3 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ ഒരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ 850 രൂപയാണ് ജനറൽ OBC കാൻഡിഡേറ്റ്സിന്. SC/ST 125 രൂപയാണ് ഫീ വരുന്നത്. ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഇതിനടുത്തത് നമ്മൾ നോക്കുന്നത് 4ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇത് വന്നിരിക്കുന്ന 28 ഫെബ്രുവരി 28 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസറാണ്. അതുകൊണ്ട് നമ്മളിത് കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മളെ ചാനൽ ഇത് കാണുന്നവർ കൂടുതലുണ്ടോ എന്ന് അറിയില്ല. MBBS ഒക്കെ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. ഇതിനടുത്ത് നമ്മൾ 5ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 27 വന്നിരിക്കുന്നത് ഫെബ്രുവരി. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന സ്റ്റോർ കീപ്പറാണ്. അപ്പോൾ സ്റ്റോർ കീപ്പർ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ കാണാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജിയാണ് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രിയിലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. അത് BSc കെമിസ്ട്രി അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 18 മാക്സിമം 36 1/1/2025 കണക്കാക്കി ഏജ് ലിമിറ്റ്. ഈ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും 5 വർഷം വരെ. ഇതിൻ്റെ റെമ്യൂണറേഷൻ 29,535 രൂപ പെർ മന്താണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ പറഞ്ഞാൽ 2 വർഷം, ഒരു വർഷത്തേക്കാണ് നിയമിക്കുന്നത്. 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 29. നിങ്ങൾ ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഏപ്രിൽ 8 ഇതിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റോർ കീപ്പർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. അപേക്ഷാ ഫീസ് 150 SC/ST ആണെങ്കിൽ 125 രൂപ അടച്ചാൽ മതി. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈനാണ്. ഇതിനടുത്ത് നമ്മൾ 6ാമത്തെ നോട്ടിഫിക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും ഫെബ്രുവരി 27 വന്നതാണ്. ഇതും സ്റ്റോർ കീപ്പർ തന്നെയാണ്, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രിയിലേക്കാണ്. ഇതിലൊരു വേക്കൻസിയാണ്. ഇപ്പോൾ നിലവിൽ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാം. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയാണ്. അത് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഹൈഡ്രോ കെമിസ്ട്രി അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രി അല്ലെങ്കിൽ
ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക് കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, അല്ലെങ്കിൽ തുല്യമായുള്ള ഗ്രേഡ്, ഇനി CGP ആണെങ്കിൽ തുല്യമായുള്ള ഗ്രേഡ് വേണം. മിനിമം 18, മാക്സിമം 36, 1/1/2025 ഏജ് വരുന്നത് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും SC/ST ആണെങ്കിൽ 5 വർഷം വരെ. ദെൻ 29,535 പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആയിട്ട് പറയുന്നത്. ഇനിഷ്യലി 1 വർഷത്തേക്കാണെങ്കിലും പിന്നീട് എന്ത് ചെയ്യും, അത് ഈ പറയുന്ന ഓക്കെ ഇതിവിടെ കോൺട്രാക്ട് ബേസ് ജൂലൈ ടു ഏപ്രിൽ വിത്ത് ബ്രേക്സ് ഉണ്ടായിരിക്കും കേട്ടോ. മെയ് ടു ജൂൺ വരെ, ജൂലൈ ടു ഏപ്രിൽ വരെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. പിന്നെ അത് 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. മെയ് ടു ജൂൺ അധികം പോസ്റ്റും ബ്രേക്ക് ഉണ്ട് കേട്ടോ, കാരണം നമുക്ക് വെക്കേഷനായിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല, റെമ്യൂണറേഷൻ ഉണ്ടാവില്ല. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 29. നിങ്ങളത് പ്രിൻ്റ് എടുത്ത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഏപ്രിൽ 8 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, നിങ്ങൾ അയച്ചു കൊടുക്കുമ്പം പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ പ്രത്യേകം ഈ വാചകം എഴുതണം. ഈ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റോർ കീപ്പർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. 850 രൂപയാണ് OBC ജനറൽ കാൻഡിഡേറ്റ്സിന്, 125 രൂപയാണ് SC/ST കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കുന്നത്. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷനാണ്, 7ാമത്തെ നോട്ടിഫിക്കേഷൻ 25-നാണ് വന്നിരിക്കുന്നത്, ഫെബ്രുവരി. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നിക്കൽ സ്റ്റാഫാണ്. ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനിലേക്കാണ്. നിങ്ങളുടെ കാണാൻ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒരു വേക്കൻസി നിങ്ങൾക്ക് ITI മെഷീനിസ്റ്റ് ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സാണെങ്കിൽ ഡയറക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 21,125 നിങ്ങൾക്ക് റെമ്യൂണറേഷൻ. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒരു വേക്കൻസി, ഫസ്റ്റ് ക്ലാസ് ITI നിങ്ങൾക്ക് ഫിറ്ററോ അല്ലെങ്കിൽ മെക്കാനിക് ആൻഡ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ RAC മെക്കാനിക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 21,175 ഇതിലേക്കുള്ള റെമ്യൂണറേഷൻ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്, ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസിയൊക്കെ കൂടാനും കുറയാനും സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്ലംബറിൽ ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് ഒരു ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് വേണ്ട. 21,175 സാലറി. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 2 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ITI ആണ്, ITI മെഷീനിസ്റ്റ് ട്രേഡിൽ ITI കഴിഞ്ഞിരിക്കണം, പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സ്പീരിയൻസ് വേണം, 3 വർഷത്തെ. ബാക്കിയുള്ളതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട. 24,740 ഇതിൻ്റെ റെമ്യൂണറേഷൻ. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ഒരു വേക്കൻസിയാണ്. 3 ഇയർ ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുള്ള ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് ഒരു പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 29,535 ഇതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടും. മിനിമം ഏജ് 18, മാക്സിമം 36 1/1/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. ഇതിൽ ഇനിഷ്യലി 1 വർഷത്തേക്കാണെങ്കിലും വീണ്ടും എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്യും 2 വർഷം വരെ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൽ 25 മാർച്ച് 25 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അതിനുള്ള തീയതി ഏപ്രിൽ 3 വരെയാണ്. ഈ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റൽ കവറിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ദ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് പ്രത്യേകം മെൻഷൻ ചെയ്യണം. OBC ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 850, SC/ST ആണെങ്കിൽ 125 രൂപയാണ് ഫീ വരുന്നത്. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. കുസാറ്റ് റിക്രൂട്ട്മെൻറ്റ് 2025 താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ. ഓക്കെ, ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിൽ രജിസ്റ്റർ എന്നുള്ള ഭാഗമുണ്ട്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഭാഗം ഓപ്പൺ ആക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ട് മാത്രം കേട്ടോ, ഒരുപാട് ആവശ്യക്കാരുണ്ട് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഒരുപാട് എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്, ഒരുപാട് ടൈം നമ്മൾ അതിലിരിക്കണം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. ഡൗട്ട് ക്ലിയറൻസ് അതിലൂടെ നടക്കില്ല. നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ചോദിച്ചാൽ ഡൗട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ഇത് അധികവും ഡാറ്റ എൻട്രി ടീമിൻ്റെ കയ്യിലായിരിക്കും മൊബൈൽ, കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പം അറിയില്ല. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരില്ല. അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് റിപ്ലൈ തരാത്ത രീതിയിൽ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടാകാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചെന്നാൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നാൽ മതി. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ചില സമയത്ത് ഞാനും ചെയ്യാറുണ്ട്, അതിനനുസരിച്ചിട്ട് ഒഴിവിനനുസരിച്ചിട്ട്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്കും ഡയറക്റ്റ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം. ഇനി നോട്ടിഫിക്കേഷൻ്റെ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരും. പക്ഷേ ഇതിൽ കുറച്ച് കോപ്പി ഉണ്ട്, അതായത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് 7 നോട്ടിഫിക്കേഷൻ കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ നോക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിലേക്കും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. രജിസ്ട്രേഷൻ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ബാക്കി അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ സീരിയൽ നമ്പറിൻ്റെ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഒന്നിലധികം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം വെറുതെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഇത് ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. യെസ്, ഇപ്പം ഞാൻ ITI കഴിഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ടെക്നീഷ്യൻ, എനിക്ക് ഇതിലേക്കും അപ്ലൈ ചെയ്യാം, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലേക്കും പേയ്മെൻറ്റ് ചെയ്യണം, ഇതിലേക്കും പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ കണ്ടൻറ്റൊക്കെ യൂസ്ഫുൾ ആണോ നോക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ റീസെൻ്റായിട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ദയവായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചില ആളുകൾ വീഡിയോ കാണാതെ തമ്പനയിൽ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചോദിക്കും ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നൊക്കെ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട കാര്യം വിട്ടുപോയി, മറ്റൊരു കാര്യം ഇവിടെ പറയാണ്ട്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു, നമ്മൾ ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ. സാധാരണ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്താൽ നമ്മൾ പ്രിൻ്റ് എടുക്കും. ആ പ്രിൻ്റ് എടുത്ത അപേക്ഷ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ തരാം. ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. ആ പ്രിൻ്റ് എടുത്ത നമ്മുടെ അപേക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടാകും, സൈൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റി, അപ്പോൾ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇതിനെല്ലാം എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് വെക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, കോപ്പി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, മറ്റ് ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് എടുത്ത്, നമ്മൾ ഓൺലൈനായിട്ട് പ്രിൻ്റ് എടുത്തല്ലോ, ആ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ കൂടെ നമ്മളിത് വെച്ചിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ്, സെയിം അഡ്രസ്സാണ് കൂടെ കാണാൻ, രജിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി 22 എന്ന് പറയുന്നത്, ഇതാണ് അഡ്രസ്സ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. അപ്പോൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മറ്റെന്തൊക്കെയാണോ ഡോക്യുമെൻറ്റ്സ് വെച്ചാൽ അതെല്ലാം നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങളുടെ ചോയ്സാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക നിങ്ങൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് കേട്ടോ. അപ്പോൾ ഓരോന്നിലും അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അഡ്രസ്സിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷയാണ്, ഓൺലൈൻ ഫോമാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ബൈ പോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപേക്ഷ എന്ത് ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്